ഓഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് പിറന്നപ്പോൾ ഈ പോക്കണംകോട് ഗ്രാമത്തിലും സ്വാതന്ത്ര്യപ്പുലരി ഉദിച്ചു. സാക്ഷരതായജ്ഞങ്ങളുടെ നാടായ കേരളത്തിൽ നിരക്ഷരരെ കൊണ്ട് നിറഞ്ഞ പോക്കണംകോട് ഗ്രാമം. ഇവിടെ വായിക്കുവാനും എഴുതുവാനും അറിയുന്നവർ കേവല ശതമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. കൃഷി, മീൻപിടുത്തം, കന്നുകാലി വളർത്തൽ എന്നിവയത്രേ ഈ ഗ്രാമത്തിന്റെ ഉപജീവന മാർഗങ്ങൾ. വൻ വ്യവസായങ്ങളെ സംബന്ധിച്ച സ്വപ്നങ്ങൾ ഈ കോൺക്രീറ്റ് അസ്ഥികൂടുകളിൽ കുടുങ്ങി ദ്രവിക്കുന്നു. സമഗ്ര വികസനത്തിന്റെ പാതയിലേക്ക് പോക്കണംകോടിനെ നയിക്കാൻ ആരൊക്കെയോ നടത്തിയ ശ്രമങ്ങളുടെ അവശിഷ്ടങ്ങളത്രേ ഈ കൂറ്റനെടുപ്പുകൾ. ഗ്രാമനിവാസികളുടെ നിരന്തരമായ നിവേദനങ്ങളുടെ ഫലമായി അനുവദിച്ചിരുത്തിയ പോലീസ് എയ്ഡ് പോസ്റ്റ്, ഗ്രാമവാസികളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ നാണനായർ, ഗോവിന്ദൻ നായർ എന്നീ രണ്ട് നിയമപാലകരുടെ വിശ്രമരഹിതവും സദാ ജാഗരൂകവുമായ സാന്നിധ്യം സഹായകമാകുന്നു. രണ്ട് ശരാശരി പോലീസുകാർക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്ന യൂണിഫോം തുണി ഗോവിന്ദൻ നായർക്ക് ഒരു നിക്കറും ഷർട്ടും കഴിഞ്ഞാൽ നാണനായർക്ക് കഷ്ടിച്ചൊരു ജോഡി വേഷത്തിനേ തികയാറുള്ളൂ. നഗരത്തിലെ പോലീസുകാരെ പോലെ പാൻസ് ധരിക്കാനാവുന്നില്ല എന്നതിൽ ഇവർക്ക് തെല്ലു അമർഷമില്ല. വാണിജ്യ വ്യാപാര ശ്രമങ്ങളിൽ പോക്കണംകോട് ഒരു പടി മുന്നിലാണ്. അന്ത്രയോസിന്റെ ബീഡിക്കടയും കുഞ്ഞൻ നായരുടെ ചായക്കടയും അന്താരാഷ്ട്ര വാണിഭ ഭൂപടത്തിൽ പോക്കണംകോടിന് സ്ഥാനം നേടിക്കൊടുക്കുന്നു. ഈ ഗ്രാമത്തെ ഒരു ഊർജിത ക്ഷീരവികസന മേഖലയാക്കി വളർത്തുക മാത്രമാണ് പുരോഗതിയിലേക്കുള്ള ഏക മാർഗമെന്ന് ഗ്രാമവികസന വകുപ്പിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ ക്ഷീരവികസനത്തെ സംബന്ധിച്ച വാഗ്ദാനങ്ങൾ ഈ ശിലാഫലകത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. പ്രകൃതി പോലും കാരുണ്യം കാണിക്കാത്ത ഈ ഗ്രാമത്തിലെ കന്നുകാലികളെ നോക്കൂ. ഇവയെ പരിപാലിക്കാൻ ഇവിടെ ആരുണ്ട്? മൃഗഡോക്ടറുടെ നിത്യമായ അഭാവം,
പോക്കണംകോട് പഞ്ചായത്തിൽ രൂക്ഷമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ജന്മം നൽകിയിരിക്കുന്നു. താനൊന്നവിടെ ഇരിയടോ, താനൊന്ന് പോടോ. ഇവിടെ നടന്ന കന്നുകാലി മരണത്തിന് ആരാ സമാധാനം പറയാ? കാമരാജന്റെ 2 കോഴി, പിന്നെ അവന്റെ പട്ടി. പട്ടി പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉത്പലാക്ഷിന് വേണ്ടി മെമ്പർ നാണപ്പൻ സംസാരിക്കാം. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വർ കുറുപ്പിന് അഭിപ്രായം പറയാൻ എന്താണ് അവകാശം? അത് നീ അറിയേണ്ട കാര്യമില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്കൻ നായരെ രക്ഷിക്കാൻ വേണ്ടിയല്ലയോ ഈ എക്സിക്യൂട്ടീവ് ഭരണയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്? പ്രതിപക്ഷത്തെ ആകെയാണ് പട്ടി വിളിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഒന്നടങ്കം പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കുക. പ്രതിപക്ഷത്തെ പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കണം. ഈ പോക്കണംകോട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരീഷ് റോയ്ക്കായും ഗോർബച്ചയും നടപ്പിലാക്കാത്ത ചുറ്റുപാടിൽ ഞങ്ങൾ നിങ്ങളുടെ പെരിഷ്ടായ്ക്കായും വാഴയ്ക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എന്താ വേണ്ടത്? ഇവിടെ പേറ്റു നോവുന്നാലും വയറ്റു നോവുന്നാലും വയറ്റാറ്റി നാണിയുടെ പച്ച വരുന്നല്ലേ ഉള്ളൂ. അതിന് ബഹുമാനപ്പെട്ട മെമ്പറോട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ 5 പെറാൻ. അതൊന്നും തന്റെ ഒത്താശ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എന്തോന്ന് സൈലൻസ്? എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം. ഈ പഞ്ചായത്തിൽ ഒരു ഡോക്ടർ വേണം. എന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അത് എന്റെ വാർഡിൽ തന്നെ വരികയും വേണം. അതെന്താ വനിതാ മെമ്പറിന്റെ പത്രിക ഇത്ര പ്രത്യേകത? ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഓരോ പത്രിക. അത് മെമ്പറിന്റെ കയ്യിൽ തന്നെ വെച്ചോണ്ടാ മതി. എന്റെ വാർഡിൽ തന്നെ ഡോക്ടർ വരണം. വനിതാ മെമ്പറെ ഞാൻ പിന്താങ്ങുന്നു. ഞാൻ കുറെ കാലമായി വനിതാ മെമ്പറെ പിന്താങ്ങുന്നു. അതങ്ങോട്ട് മത്തങ്ങയുടെ ചമ്മലുണ്ട്. ഊർജിത ക്ഷീര വികസന മേഖലയായി പ്രഖ്യാപിച്ച ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ചത്തുമലർന്ന 4 കാലികൾ, 2 കാലികൾ, കോഴികൾ, പട്ടികൾ, പൂച്ചകൾ, ആടുമാടുകൾ എന്നിവയ്ക്ക് കയ്യും കണക്കുമില്ല. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിന്റെ ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ്. പോക്കണംകോട്ടേക്ക് പോടാ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റക്കൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും നരകത്തിലേക്ക് പോകും. മനുഷ്യനെ ചികിത്സിക്കാൻ ഡോക്ടർ വരാത്തെടുത്ത ചാണകം വരാൻ ഡോക്ടർ വരുന്നത്, അതും ഈ പോക്കണംകോട്ടിലേക്ക്. കുറിപ്പ് പറഞ്ഞായിരുന്നു ശരി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച ഇവിടെ ഒരു മണ്ണാൻ കെട്ടി നടക്കൂല. ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ കസേരയിൽ 8 കാലി കണക്ക് അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗ ഡോക്ടർ എത്തുകയല്ല. മറുപടി ഒച്ചത്തി പറയണം. ഇരിക്കണോ? പറയാം. എന്റെ അസാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് സൊസൈറ്റിയുടെ തറക്കല്ലിട്ടുകൊണ്ട് ഞാൻ ചെയ്ത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇല്ല, ആ സമയത്ത് ഞങ്ങൾ ആരും ജനിച്ചിട്ടില്ല. ഇപ്പൊ തറക്കല്ലേൽ അധ്യക്ഷൻ ഉണ്ണിക്കണ്ണൻ നായ എന്ന് എഴുതിയിരിക്കുന്നതേ ഞങ്ങൾ വായിച്ചിട്ടുള്ളൂ. ഊർജിത ക്ഷീര വികസനം നേതാവ് ഇരിക്കെ, ബാക്കി ഞാൻ പറയാം. ഊർജിത ക്ഷീര വികസനം എന്ന് പറയുമ്പോ ഉണ്ണിക്കണ്ണൻ നായരെ, എന്റെ പ്രസിഡന്റ്, ഞങ്ങൾക്ക് ചൊറിയും. ഇവിടെ ഒരു മൃഗ ഡോക്ടർ വരണമെങ്കിൽ താൻ ആ കസേരന്ന് ഇറങ്ങണം, ഞങ്ങൾ കയറണം. ഈ ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും അത് നടക്കുകയില്ല. ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും വേണ്ടില്ല, അത് നടത്തിക്കും. അടുത്ത തിങ്കളാഴ്ചക്കാണ് മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അപ്പൊ 2 ഒന്നറിയാം. വാ നേതാവേ, നമുക്ക് വാക്കൗട്ട് നടത്താം. വാ വാ. അതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം.